ടിപ്പേച്ചി, ഇന്ന് ആദ്യമായിട്ടൊരു ചോദ്യം അങ്ങയോട് ചോദിക്കേണ്ടിയുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും ലോകം എല്ലാം ബഹുമാനിക്കുന്ന നമ്മുടെ പൈതൃകാചാര്യൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ് ഹിന്ദുക്കൾക്ക് വേണ്ടിയും ഹൈന്ദവ സംസ്കാരത്തിന് വേണ്ടിയും ഭാരതത്തിന് വേണ്ടിയും ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ള വ്യക്തി. അദ്ദേഹം ഒരു ജ്യോതിഷത്തില് ആധികാരികമായിട്ട് 7 പുസ്തകം എഴുതിയ വ്യക്തി കൂടിയാണ്, ജ്യോതിഷ ആചാര്യൻ തന്നെയാണ്. അങ്ങനെയുള്ള അദ്ദേഹം ഹിന്ദുവിനും ഭാരതത്തിനും ഹിന്ദു സംസ്കാരത്തിനും ക്ഷേമം മാത്രം ആഗ്രഹിച്ച് സംസാരിച്ചിട്ടുള്ള അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നു, നാൾ പൊരുത്തം എന്നുള്ളത് വിവാഹത്തിന് നോക്കരുത് എന്നുള്ളത്. ജാതകം നോക്കിക്കോളൂ, നാൾ പൊരുത്തം നോക്കരുത്. എന്താണ് അതിന്റെ ശാസ്ത്രീയത, അല്ലെങ്കിൽ എന്താണ് അത് നമ്മളിപ്പോൾ നടപ്പിലാക്കേണ്ടതിന്റെ പ്രാധാന്യം? ഇതിനെ കുറിച്ചിട്ട് മറ്റൊരു രീതിയിലും ഗോപാലകൃഷ്ണൻ സാറുമായിട്ട് ഏറ്റവും അധികം സാമ്യമുള്ള, ശാസ്ത്രത്തിൽ ഒരുപോലെ പാണ്ഡിത്യവും അതുപോലെ തന്നെ ആചാര അനുഷ്ഠാനങ്ങളിലും പാണ്ഡിത്യമുള്ള വേദപണ്ഡിതൻ കൂടിയായിട്ടുള്ള അങ്ങയോട് തന്നെയാണ് അത് ചോദിക്കുക. കാരണം ജ്യോതിഷം പഠിച്ച വ്യക്തി തന്നെയാണ് അതിൽ ആധികാരികമായിട്ട് സംസാരിക്കേണ്ടത്. ശാസ്ത്രജ്ഞനും ആത്മീയ പണ്ഡിതനും എല്ലാമായിട്ടുള്ള ആചാര്യനായിട്ടുള്ള അങ്ങയിൽ നിന്ന് അങ്ങനെ ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു. നമ്മള് കുറച്ച് അക്കാഡമിക് ആയിട്ട് പഠിച്ചു, അല്ലെങ്കിൽ ഹോരശാസ്ത്രം, ജ്യോതിഷത്തിന്റെ ശരിക്കും ശാസ്ത്രം പറയുമ്പോൾ ജ്യോതിഷം എന്നല്ല പറയാം. അസ്ട്രോണമി എന്ന് പറയുന്നത് അത് പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ഭാഗവും കൂട്ടിച്ചേർക്കുമ്പോൾ ഹാ മുതൽ രാ വരെ മനുഷ്യന്റെ എല്ലാ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അനലൈസ് ചെയ്യുന്ന ശാസ്ത്രമാണ്. ക്യാരക്ടേഴ്സും ബിഹേവിയറും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ ഇതിന്റെ ഒരു പ്രായോഗികതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പൊ ലോകത്തില് ഭാരതീയ പൈതൃകത്തിൽ നമ്മൾ ഒരു മിനിറ്റ് ടിപ്പേച്ചി, ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ചിലർ കേൾക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ വരും. അതായത് പെരുമാറ്റവും സ്വഭാവവും, അതല്ലേ അങ്ങോട്ട്? സ്വഭാവം അങ്ങനെ പറയുമ്പോഴാണ് ഭാവമായിട്ട് മാറുക. കറക്റ്റ്. അതായത് പെരുമാറ്റം കണ്ടിട്ടായിരിക്കും നമ്മൾ ഒരു പക്ഷെ ഒരാളെ ഇഷ്ടപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും, സ്വഭാവം കണ്ടിട്ടായിരിക്കും പലപ്പോഴും അകലുന്നത്, അല്ലെ, വെറുക്കുന്നതും. ഇതാണ് അതിലെ ഒരു വ്യത്യാസം. അങ്ങൊരു സൈക്കോതെറാപ്പിസ്റ്റ് കൂടിയാണ്. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് എന്ന് ലക്ഷ്മിക്ക് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഓൺലൈനിൽ കുറച്ച് സംസാരിച്ചാലൊന്നും ഞാൻ ആരാണെന്ന് മനസ്സിലാവില്ല. എന്റെ കൂടെ, നമ്മൾ സാധാരണ പറയില്ല, കൂടെ കിടക്കുന്ന ആൾക്കാർ ആപനി അറിയുള്ളൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ കുറച്ചു കാലം നമ്മൾ പെരുമാറുമ്പോഴാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഒരു തമാശക്ക് പറയാറുണ്ട്, മാരേജിന് നമ്മളിപ്പോ പറയുന്ന പൊരുത്തത്തെ കുറിച്ചാണല്ലോ. ജാതക പൊരുത്തം നോക്കിയിട്ടാണ് മാരേജ്, പിന്നെ എന്തേ ഇങ്ങനെ ഡൈവേഴ്സ് എന്ന്. പൊരുത്തം മാത്രമേ നോക്കിയിട്ടു, പൊരുത്തക്കേട് നോക്കിയിട്ടില്ല എന്ന്. ഈ പൊരുത്തം നോക്കിയാ പോരാ, പൊരുത്തക്കേടറിയണമെങ്കിൽ അയാളെ ശരിക്കും പ്രാക്ടിക്കലായിട്ട് ഇട്ടൊന്ന് കൊടയേണ്ടി വരും. അപ്പൊ അത് പലപ്പോഴും എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ചില ജ്യോതിഷികളൊക്കെ പൊരുത്തം നോക്കണ സമയത്ത് അവർ പോയി കഴിഞ്ഞാൽ, കാരണം അയാളുടെ തൊഴിലിന്റെ ഇടയിൽ നമ്മൾ ഇടപെടാൻ പാടില്ലല്ലോ. പോയി കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, പക്ഷെ ഇദ്ദേഹം ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ ചിലപ്പോൾ ആക്സിഡന്റ് ആയിട്ട് കിടപ്പാവില്ലേ, അപ്പൊ മാരേജ് നടക്കില്ലല്ലോ. അപ്പൊ അതെന്ത് പറയാതിരുന്നത്? കാണാത്തോണ്ടാണോ, വിട്ടുപോയതാണോ? അല്ല, അതിന് ഫീസ് തന്നിട്ടില്ല, പൊരുത്തം നോക്കാനേ തന്നിട്ടുള്ളൂ. അവര് ജാതകം നോക്കാനല്ലല്ലോ വന്നത്, പൊരുത്തം നോക്കാനല്ലേ. അപ്പൊ പൊരുത്തമുണ്ട്. അപ്പൊ ഈ നമ്മുടെ ഈ വാച്ചിലൊക്കെ വർക്ക് ചെയ്യുന്ന വീലുകൾ ഉണ്ടല്ലോ, ആ ഒരു വീല് മാത്രം നന്നായിട്ട് കറങ്ങും, മറ്റേ വീലും നന്നായിട്ട് കറങ്ങും. പക്ഷെ അത് രണ്ടും കൂടെ കറങ്ങണമെങ്കിൽ ശരിക്കും ആ ജോയിൽ തന്നെ അത് പെടണം. അതാണ് നമ്മൾ നോക്കുന്ന ബേസിക് ആയിട്ടുള്ള പൊരുത്തം. രണ്ടിന്റെയും സ്പീഡ് എങ്ങനെയാണ്? അതൊന്ന് സ്പീഡ് കുറയാണ് അല്ലെങ്കിൽ കൂടുകയാണെങ്കിൽ അതിനിടയിൽ ഒരു സിസ്റ്റം വെച്ചിട്ട് അതിലാണ് കണക്ട് ചെയ്യുക. സാധാരണ വാച്ചിലുള്ള എല്ലാ വീലുകളും ഒരേ ക്രമത്തിലല്ലല്ലോ. അപ്പൊ ഇത് 60 പ്രാവശ്യം കറങ്ങുമ്പോൾ മറ്റേത് 1 മിനിറ്റ് കറങ്ങിയാൽ മതി. മറ്റേ മിനിറ്റ് സൂചി 60 കറങ്ങുമ്പോൾ മറ്റേത് 1 മണിക്കൂർ കറങ്ങണം. അപ്പൊ ജീവിതത്തിൽ ഈ ചക്രങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്. ഈ ചക്രങ്ങളാണ് അതിന്റെ സ്പീഡും അതുപോലെ മനുഷ്യനും
പ്രപഞ്ചവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ചില ചക്രങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഫലം, ഇവിടെയൊക്കെയാണ് മൂവ് ചെയ്യുക. അപ്പൊ നമ്മൾ ജനിക്കുന്ന സമയം മുതൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഗ്രഹങ്ങളെയും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏത് ഡിഗ്രിയിലാണ്, അത് 30 ഡിഗ്രിയിലാണ്, ആ 30 ഡിഗ്രിയിൽ ഇത്ര 30 ദിവസത്തേക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 രാശികളിലായിട്ട് 360 ദിവസം, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ട് 365 ദിവസമായിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഭാരതീയമായ ഹിന്ദുവിന്റെ ഒരാധിപത്യമുള്ളതാണോ എന്ന് ചോദിച്ചാല് വേണമെങ്കിൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം രാമൻ ജാതകം നോക്കിയിട്ടല്ല സീതയെ കഴിച്ചത്. നമ്മൾ പഠിക്കുമ്പോൾ രാമനും സീതയും തമ്മിലുള്ള പൊരുത്തൊക്കെ പഠിക്കും. എക്സാമ്പിൾസ് ആയിട്ട് കുറേ പഠിക്കണം. അതായത് അമിതാഭ് ബച്ചന്റെയും പഠിക്കണം. നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാ മഹാന്മാരുടെയും, കാരണം പബ്ലിക്കായിട്ട് അറിയുന്ന എല്ലാ ഫിഗേഴ്സിന്റെയും നമ്മൾ പഠിച്ചിട്ടാണ് നമ്മളുടെ പ്രഡിക്ഷൻസ് കറക്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ അറിയാം. അവരുടെ സക്സസ് എപ്പോഴാണ് അവർ ഫെയിൽ ആയത്, ഇതൊക്കെ പബ്ലിക് അവൈലബിൾ ഡാറ്റയാണ്. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള കാലത്ത് നമ്മൾ ഇത് പഠിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ പണ്ട് കാലത്ത് ഹോരശാസ്ത്രം എന്ന് പറയുന്നത് ഭാരതീയ സിദ്ധാന്തത്തിൽ വന്നിട്ട് ചിലപ്പോൾ കുറേ വർഷങ്ങളൊന്നും ആയിട്ടുണ്ടാവില്ല, 1000 വർഷം കണക്കാക്കാം, കൃത്യമായിട്ട് ആർക്കും അറിയില്ല അത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ് ഈ ഒരു ശാസ്ത്രം ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ഇത് സാധാരണ ശാസ്ത്രവുമായിട്ട് വലിയ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നറിയുന്ന ശാസ്ത്രവുമായിട്ട് വലിയ ബന്ധം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ലോകാനാം ഉപകാരായ, ലോകത്തിന് ഉപകാരപ്രദമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ശാസ്ത്രമായിട്ടാണ് ഭാരതത്തിൽ കണക്കാക്കാറ്. അപ്പൊ അതിൽ ശാസ്ത്രമുണ്ട്, കുറച്ച് അജ്ഞന്മാരായിട്ടുള്ള ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരും കൂടി ഇടപെടുമ്പോൾ അത് പൂർണ്ണമായിട്ടും അശാസ്ത്രീയമായിട്ട് ചിലപ്പോൾ മാറിയെന്നും വരും. അപ്പൊ ഇതിന് വലിയ പുരാതന ഇപ്പൊ ഇതിഹാസ പുരാണങ്ങളുടെയൊക്കെ കാലങ്ങളിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഥകളിലൊന്നും നമ്മുടെ രാജാക്കന്മാർ ജാതകം നോക്കിയിട്ടൊന്നും അല്ല മാരേജ് ചെയ്തിട്ടുള്ളത്. അത് ലേഡീസിന് ആരെ വേണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഫ്രീഡമാണ് കൊടുത്തിരുന്നത്. അതാണല്ലോ സ്വയംവരം. സ്വയംവരത്തിന് ആര് വരണമെന്ന് പിന്നെ പെൺകുട്ടിയുടെ അച്ഛനും പെൺകുട്ടികളും അവരുടെ ബന്ധുക്കളും ഒക്കെ കൂടി തീരുമാനിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള കാലഘട്ടം എന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മളിപ്പം കേരളത്തിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ പല വിധത്തിലുള്ള വിവാഹങ്ങൾ ഉണ്ടായിരുന്നു. സംബന്ധം ഉണ്ടായിരുന്നു, പുടമുറി ഉണ്ടായിരുന്നു. ഇതൊന്നും നോക്കിയിട്ടായിരുന്നില്ല. ഇതിലൊക്കെ ഈ നമ്മൾ കാണുന്ന എന്റെയൊക്കെ ചെറുപ്പകാലം മുതൽ ആ സമയത്ത് പോലും ഇത് കമ്പൽസറി ആയിട്ട് എൻ്റെ കാലഘട്ടങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് വല്ലാണ്ട് കയറിക്കൂടിയിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ അത് കമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു കാലത്താണ്. നമ്പർ 1. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് 9 ഗ്രഹങ്ങള് 12 രാശികളിൽ കഴിക്കുന്നത്, കളിച്ച് നടക്കുന്ന ആ സംഭവങ്ങൾ എത്ര നല്ല മാത്തമാറ്റീഷ്യൻ ആയാലും പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വെച്ചാൽ 12C9 കോമ്പിനേഷൻസ് ആണ്. ആ കോമ്പിനേഷൻസ് വെച്ചിട്ട് നല്ല മാത്തമാറ്റിക്സിൽ ഒരു ഹൈ പവേർഡ് കമ്പ്യൂട്ടറിന് പോലും ചെയ്യാൻ പറ്റാത്ത സാധനമാണ് സാധാരണ മാത്തമാറ്റിക്സിൽ 8ാം ക്ലാസ് പോലും പാസ്സാവാത്ത ആള് അസ്ട്രോളജറായിട്ട് പറയുന്നത്. അപ്പൊ എന്തുത്തരവാദിത്വത്തോടു കൂടിയാണ് ഇത് കൃത്യമായിട്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ മിക്കവാറും പറ്റിക്കൽ പ്രസ്ഥാനാണെന്ന് നമുക്ക് പറയേണ്ടി വരും. നല്ല ജ്യോതിഷികൾ, വളരെ പ്രഗത്ഭരായിട്ടുള്ള ജ്യോതിഷികൾ, നല്ല വാസ്തു സംബന്ധമായിട്ട് അഗ്രഗണ്യന്മാരായിട്ടുള്ളത്, അവരുടെ ജീവിതത്തിൽ പോലും വലിയ പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് അതൊന്നും ഇല്ലാണ്ടാക്കാൻ പറ്റൂല. അപ്പോ നമ്മൾ 2 പേരുടെ ജാതകം നോക്കിയിട്ട് ഇത് പറ്റുന്നതാണോ യോജിക്കുന്നതാണോ എന്നൊക്കെ നോക്കുന്നത് അവരുടെ ബേസിക് ക്യാരക്ടേഴ്സിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ. ഇന്നത്തെ പോലെ ഒരു ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഏത് ബുക്കാ വായിക്കാൻ, നോവലാണോ ഇഷ്ടം, അല്ല എത്തരം സിനിമകളാണ് ഇഷ്ടം, അങ്ങനെ ഒരു കുറേ പാരാമീറ്റേഴ്സ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ട്രാവൽ ഇഷ്ടമാണോ, ട്രാവൽ ഇഷ്ടമല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാമല്ലോ. ആ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് നമ്മൾ എങ്ങനെയാ ഒരാളുടെ സ്വഭാവം കണ്ടുപിടിക്കാം? അതിനുള്ളൊരു മാർഗമാണ് അവരുടെ ബേസിക് ക്യാരക്ടർ. ബിഹേവിയർ പറയാൻ പറ്റില്ല. ബിഹേവിയർ ഓരോ മൂഡ് അനുസരിച്ചിട്ട് മാറും. പിന്നെ മനുഷ്യന്മാരൊക്കെ ലൈഫ് ട്രാൻസ്ഫർമേഷനിൽ പെട്ടിട്ടുള്ളവരാണ്. ഓരോ നിമിഷവും മാറുകയാണ്. കുറച്ച് 20 വർഷം മുമ്പുള്ള ഞാനല്ല ഇന്നിപ്പുള്ളത്, ആ സമയത്തുള്ള എൻ്റെ ടേസ്റ്റ് അല്ല ഇന്നെനിക്കുള്ളത്. അത് നമ്മുടെ കാലഘട്ടങ്ങൾ അനുസരിച്ച് 120 വർഷത്തിൽ എല്ലാവരുടെയും സ്വഭാവം ഒരേപോലെ അല്ല. നമ്മൾ അതിൽ പറയാറുള്ളത് അവരുടെ ഓരോ ദശാകാലത്തും അവർക്ക് വ്യത്യസ്തമായ ടേസ്റ്റും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ കേതു 7 കൊല്ലം, നമ്മൾ സാധാരണ പറയുന്ന ഭൃഗു ശുക്രൻ 20 വർഷം,
അതുപോലെ ചന്ദ്രൻ 10 വർഷം. ഇതൊക്കെ കൂട്ടി നമ്മൾ നോക്കുമ്പോൾ 120 വർഷത്തേക്ക് ഒരു മനുഷ്യനുള്ള എല്ലാ ദശകളും കൃത്യമായിട്ട് പറഞ്ഞ്, അതിന്റെ ഉപദശകളും ഒക്കെ പറഞ്ഞ് അവരുടെ ജാതകത്തിൽ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണുള്ളത് എന്നുള്ളതിന്റെ കോമ്പിനേഷൻസ് ഒക്കെ നോക്കിയിട്ട് ഒരുവിധം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ അവർക്ക് ഒരുവിധം അറ്റാച്ച്മെന്റിൽ പോകാൻ പറ്റുന്നത് ഒരാളെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അത് തെറ്റാണെന്ന് ഇപ്പോഴും ഞാൻ പറയില്ല. പക്ഷേ ഇത് എവിടെയോ കിടക്കുന്ന ഗ്രഹങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോബബ്ലി 1/3 മാത്രമേ ആവുള്ളൂ. ബാക്കി 1/3 എന്ന് പറയുന്നത് നമ്മുടെ സിറ്റുവേഷൻസ്. ആ സിറ്റുവേഷനിൽ എന്തൊക്കെ പെടും? ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, ഹൈലി എഡ്യൂക്കേറ്റഡ്, ജാതകം നോക്കിയാൽ ഇയാൾ എഡ്യൂക്കേറ്റഡ് ആണോ അല്ലയോ ഒന്നും പറയാൻ പറ്റില്ല. എഡ്യൂക്കേഷനിലെ സാധ്യതകൾ ഉണ്ടായിട്ടുണ്ടാവും ബേസിക് ക്യാരക്ടറിൽ. പക്ഷെ അയാൾ പഠിക്കാൻ പോകാണ്ടിരുന്ന എന്ത് ചെയ്യും? അയാൾക്ക് ജോലി കിട്ടാണ്ടിരുന്ന എന്ത് ചെയ്യും? അപ്പോ ഒരു സിറ്റുവേഷൻസ് ഉണ്ട്, എൻവിറോൺമെന്റ്. ആ എൻവിറോൺമെന്റ് മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാമൂഹികമായ പശ്ചാത്തലങ്ങൾ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ ഇന്നത്തെ കാലത്ത് സിനിമയായിരിക്കും, പണ്ടാണെങ്കിൽ പിന്നെ കഥകളി കാണാൻ പറ്റുന്ന ഒരാളാണോ എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ ഈ സമ്പ്രദായങ്ങളൊക്കെ വിശകലനം ചെയ്ത് മനസ്സിലാക്കി അതിനെ നമുക്ക് ഓരോ പാരാമീറ്റർ ആക്കി, അതാണ് ഗണിതത്തിന്റെ ഗുണം, എന്തിനേയും നമ്പറായിട്ട് കാണും. അങ്ങനെ പാരാമീറ്റർ ആക്കിയിട്ട് മാറ്റുന്ന വലിയൊരു ശാസ്ത്രം കുറേ വലിയ വലിയ പണ്ഡിതന്മാരുണ്ടാക്കിയിട്ടുള്ളത്. ദശകളുടെ ഫലം, ഓരോ 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 സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് അതിന്റെ യോജനകൾ തമ്മിലുള്ള, അത് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലയോ, ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത്, അത് ഗുണം ചെയ്യുന്ന സ്ഥാനത്താണോ ദോഷം ചെയ്യുന്ന സ്ഥാനത്താണോ, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു വലിയൊരു ശാസ്ത്രമാണ്. അപ്പൊ അതില് ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ, അത് കമ്പ്യൂട്ട് ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ മാറ്റങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. ഇത് പണ്ട് കാലത്ത് എൻവിറോൺമെന്റിനുള്ള നമ്മളുള്ള ഇൻഫ്ലുവൻസ് വളരെ കുറവായിരുന്നു. കാരണം ആ സിറ്റുവേഷൻ, വില്ലേജിലും ഒക്കെയുള്ള സിറ്റുവേഷൻസും അതുമൊക്കെ. ഇന്ന് നമ്മുടെ എൻവിറോൺമെന്റ്, ഞാൻ ആദ്യം 30% നമ്മുടെ ബേസിക് ക്യാരക്ടർ പറഞ്ഞു, ബാക്കി 30% നമ്മുടെ എൻവിറോൺമെന്റ് എങ്കിൽ ഇന്ന് ആ എൻവിറോൺമെന്റ് 70%, നമ്മുടെ ബേസിക് ക്യാരക്ടർ 30%. ഇപ്പൊ പണ്ട് കാലത്ത് ജാതകം നോക്കിയിട്ട് ഒരാൾ അമേരിക്ക പോകുമെന്ന് പറയുന്നതിന്റെ, ഇന്ന് ആരുടെ ജാതകം നോക്കിയാലും ഓൻ അമേരിക്ക പോകുമെന്ന് പറയേണ്ടി വരും. അത് ആന്ധ്രാപ്രദേശിലാണെങ്കിൽ കൃത്യമായിട്ടും പോകുമെന്ന് പറയണം, കേരളത്തിൽ കോട്ടയത്താണെങ്കിൽ അമേരിക്ക പോകുമെന്ന് പറയണം, കണ്ണൂരാണെങ്കിൽ ദുബായ് പോകുമെന്ന് പറയണം. ഞാൻ പറയുന്നത് ആ എൻവിറോൺമെന്റ് ഹാസ് ഗോട്ട് എൻ ഇൻഫ്ലുവൻസ്. ആ ഇൻഫ്ലുവൻസ് ജാതകത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ, ഇവിടെ സ്ഥിതി വിവര കണക്കുകളും സാധ്യതകളും കൂടി പരിഗണിക്കുമ്പോഴാണ് ജാതകം നമ്മൾ സാധാരണ പറയുക. അപ്പൊ അവിടെ അങ്ങനെ ശാസ്ത്രീയമായിട്ടാണ് അത് പറയുന്നത് അല്ലേ, ഒരു സയന്റിഫിക് ആയിട്ടാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ആചാര്യന്മാര്, എല്ലാ ആചാര്യന്മാരും, ഇപ്പൊ കേരളത്തിൽ അതിനെ വളരെ നിഷ്ഠയോടുകൂടി പറഞ്ഞിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള മതം, ജാതി, ജാതകം എല്ലാം വേണം. പക്ഷെ അതൊന്നും അല്ല നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം ഇത് മൂന്നും അല്ല എന്ന് ഗുരു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിന്റെ ഐക്യമാണ് വേണ്ടത്, ഗ്രഹങ്ങളുടെ ഐക്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാള് എന്തുകൊണ്ട് ഗ്രഹങ്ങളുടെ ഐക്യമല്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ, ആ ഒരു സമൂഹത്തെ മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാറ്റമുണ്ടാവേണ്ടത് വിവാഹങ്ങളിലാണ്. അത് നിങ്ങളുടെ വ്യക്തിത്വം, ചിന്താ സാഹചര്യം. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ചിന്താ സാഹചര്യം കണ്ണൂരുള്ള ഒരാൾക്ക് പിന്നെ ആന്ധ്രയിലുള്ള ആൾക്കും വ്യത്യാസമുണ്ട്. അയാള് ഉദ്ദേശങ്ങൾ എന്താണ്, ആത്മീയമായിട്ടുള്ള ഒരാളാണ്, മനുഷ്യത്വപരമായിട്ട് എങ്ങനെയാണ്, പരസ്പരം ഒരു ഉടമ്പടിയാണല്ലോ ഇത്. എല്ലാവരും 100% മാച്ച്. എന്റെ ഗുരു ബ്രഹ്മശ്രീ എപ്പോഴും പറയാറുണ്ട്, എടോ 6 എപ്പോഴും 7 കമ്പികളൊന്നും ശരിക്കും വീട്ടാൻ പറ്റൊന്നുമില്ല. ഇതെന്താ വല്ല തമ്പുരുവോ വീണ എങ്ങാണ്ട് കമ്പികൾ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ട്യൂൺ ചെയ്തിട്ട് ഓടിക്കേണ്ടതാണോ ജീവിതം? അതിൽ ചില കമ്പികളൊക്കെ ലൂസായിട്ടൊക്കെ പോകും, അത് തൊടാണ്ട് അങ്ങോട്ട് വിടുക, ബാക്കിയിൽ മാത്രം വായിക്കുക, അതൊക്കെയാണ് വേണ്ടത്. അപ്പൊ ഇത് ഫിസിക്കൽ മാച്ച് ആവാം, ഇമോഷണൽ മാച്ച് ആവാം, ഇന്റലക്ച്വൽ മാച്ച് ആവാം, സോഷ്യൽ മാച്ച് ആവാം. ഇപ്പൊ ഒരാൾ പൊളിറ്റീഷ്യനാണ് അല്ലെങ്കിൽ സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിക്ക് സോഷ്യലി ആക്റ്റീവ് ആവാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ ദിവസവും അടികൂടാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അത് വേണ്ട, അതല്ല നമ്മുടെ എന്ന് ആ ധർമ്മബോധം, ആ ബോധം ഒരു കാലത്ത് സോഷ്യലി ആക്റ്റീവ് അല്ലാത്ത സമയത്തായിരിക്കും വിവാഹം ഉണ്ടായിട്ടുണ്ടാവുക. കുറച്ച് കഴിയുമ്പോഴാണ് ഇയാൾക്ക് ബോധം വരുന്നത്, മറ്റേ ആൾക്ക് ബോധം വന്നിട്ടില്ല പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അപ്പോ
ശരിക്കും പറഞ്ഞാൽ ഒരു 10 വർഷം 20 വർഷമൊക്കെ വിവാഹം നന്നായിട്ട് പോയാൽ തന്നെ ദാറ്റ് ഈസ് ഗ്രേറ്റ്. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഒരു മെയിൻ്റനൻസ് ടൈമാണ്. ആ മെയിൻ്റനൻസ് ടൈം എന്ന് പറയുന്നത് ഭർത്താവും ഭാര്യയും തമ്മിലല്ല, പിന്നെ മക്കളായി, കുടുംബമായി, ബന്ധുക്കളായി, അവരൊക്കെ തമ്മിൽ എങ്ങനെയൊക്കെ പോകാൻ പറ്റുമെന്നുള്ള സ്വാമി വിവേകാനന്ദനും കൃത്യമായിട്ട് പറഞ്ഞു. ഒരു ശാരീരികമായ അവസ്ഥയിൽ നിന്നും ആത്മീയമായ തലത്തിലേക്കുള്ള യാത്രയാണ് ജീവിതം. ആ സമയത്ത് വിവാഹം എന്ന് പറയുന്നത് ശാരീരികമായി കരുതാതെ ആത്മീയമായി കരുതാൻ പറ്റുന്നവർക്ക് മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ. പുരോഗമനമായി ചിന്തിക്കുന്നത് ലോ ലെവലിൽ താമസിക്കുന്ന ഒരാൾ എപ്പോഴും അങ്ങനെയാവും. അപ്പൊ ഇതൊന്നും ധാർമ്മികമായ നമ്മൾ ആരുടെ സത്സംഗങ്ങൾ ഒരാളെ മാറ്റുമെങ്കിൽ അത് ജാതകത്തിൽ സത്സംഗം കാണാൻ പറ്റില്ല. നമ്മൾ കുറെ കർമ്മങ്ങൾ ചെയ്തു. ഏറ്റവും വലിയ ദൂഷ്യം എന്ന് പറയുന്നത് ഹിന്ദുത്വത്തില് ഓരോ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ പ്രിസ്ക്രിപ്ഷന് ധന അപഹരണ യന്ത്രം വെക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ കറക്റ്റ് ആയിട്ടെല്ലാം സംഭവം നടക്കും. ഇങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടി നടക്കുന്ന കുറെ വർഗങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ഏതെങ്കിലും ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി കുറെ കാശ് കൊടുത്തിട്ട് അയാളെ മണിയടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറെ പൂജ ചെയ്തുകൊണ്ടോ എന്റെ 7-ലുള്ള ശനി പോയിട്ട് 9-ലേക്ക് ചാടുവോ? ഇത് റേഷൻ കാർഡിലോ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിലോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലോ അക്കൗണ്ട് ചെയ്യുന്നത് പോലെ ഇയാൾ ഇത്രയും പൂജ ചെയ്തു അതുകൊണ്ട് ഈ ശനിയെ ട്രാൻസ്ഫർ ചെയ്ത് അപ്പുറത്തേക്ക് മാറ്റാന്ന് പറ്റുന്നതോ ഒന്നും അല്ലല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു മാനസികമായ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് പലപ്പോഴും ഇന്നത്തെ കാലത്ത് എന്താ വെച്ചാല് ഈ ജനറേഷൻ ഗ്യാപ്പ് വലിയ പ്രശ്നമാണ്. അമ്മയ്ക്കും അച്ഛനും നല്ല വിശ്വാസമുണ്ട്, മക്കൾക്ക് അതില്ല എന്ന് വിചാരിക്കാം. അതുകൊണ്ട് അമ്മയും അച്ഛനും ഇത് ഫോളോ ചെയ്യുകയും മക്കൾ അത് ഫോളോ ചെയ്യാണ്ടിരിക്കുമ്പോൾ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് അറിയുന്ന കുറെ കേസുകളുണ്ട്. സത്യം പറഞ്ഞാല് വളരെ നല്ല സാത്വികനായിട്ടുള്ള ഒരു മനുഷ്യൻ, ജാതകത്തിലൊക്കെ നല്ല വിശ്വാസമുണ്ട്, അമ്പലവാസിയാണ്, അമ്പലത്തിന്റെ തൊട്ടടുത്താണ് വീട്. അദ്ദേഹത്തിന്റെ മകന്റെ ജാതകം ആരോ നോക്കിയിട്ട് പറഞ്ഞു അവന് 2 മാരേജ് ഉണ്ടാവും, ആദ്യത്തെ മാരേജ് ഡൈവേഴ്സ് ആവും. ഇയാളുടെ ഒരു 6 വർഷത്തെ പ്രയത്നം എങ്ങനെ ഡൈവേഴ്സ് ആക്കിക്കാമെന്നുള്ളതാണ്. കാരണം ജാതകം ശരിയാക്കുക എന്നുള്ളതാണല്ലോ അയാളുടെ ബേസിക് ആയിട്ടുള്ള അയാൾക്ക് ജാതകത്തിലെ വിശ്വാസം. മകന്റെ വിശ്വാസമില്ല, മകന്റെ വൈഫിൽ വിശ്വാസമില്ല, ജാതകത്തിലാണ് വിശ്വാസം. അപ്പൊ എന്ത് ചെയ്യും? മകൻ ചെയ്യുന്നത് ജാതകം എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയുണ്ട്. ഉണ്ട്. ഈ ഇപ്പൊ വന്ന സിനിമയല്ല, ഇജാതി ജാതകമല്ല, അത് ഒരു മോശം സിനിമയാണ്. അപ്പോ ഈ ഓരോരാളുടെയും നമ്മുടെ വിശ്വാസം വളരെ കഠിനമാവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ, അത് ആദി പോലെയാണ്, അത് വ്യാധിയായിട്ട് മാറുക ചെയ്യാം. അപ്പൊ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അയാളുടെ പ്രയാസം. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് കാണേണ്ട കുറെ സാമ്പിൾ. രാമകൃഷ്ണ പരമഹംസരുടെ ഭാര്യയാണ്, സഹധർമ്മിണിയാണ്, കൂട്ടുകാരിയാണ് ശാരദാദേവി. അവർ തമ്മിലുള്ള ബന്ധം, സ്നേഹം, ആത്മീയത വലിയ ഉദാഹരണമാണ്. അവർ ജാതകം നോക്കിയിട്ടാണോ കഴിച്ചതെന്ന് എവിടെയും കണ്ടിട്ടില്ല. അവരുടെ ജാതകത്തിന്റെ സമയം നോക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഞാൻ നന്നായിട്ട് വിവേകാനന്ദ കേന്ദ്രമൊക്കെ ആയിട്ട് കുറെ കാലം അടുപ്പമുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ 2 പടവും വെക്കുമ്പോൾ ഇതാണോ സാമ്പിൾ, അങ്ങനെയാണെങ്കിൽ ആ സാമ്പിളിന്റെ ജാതകം കാണുമല്ലോ വെച്ചിട്ട് ഞാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് അയച്ചു തന്നാൽ നന്നായിരുന്നു. അപ്പൊ നമ്മൾ ആത്മീയമായിട്ടുള്ള ഹയർ ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇതിനൊന്നും ഒരു ബാധകമല്ലാത്തൊരവസ്ഥയിൽ വരും. ഇപ്പൊ ചാണക്യന്റെ നീതിശാസ്ത്രം എന്ന് പറയുന്നത്, അതില് ഒരു സ്ത്രീയുടെ ഗുണം എന്താണ്, എങ്ങനെയാണ് പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത്, കുലം വേണം, രൂപം വേണം, വിദ്യ വേണം, ലജ്ജ. ആ ലജ്ജ എന്ന് പറയുന്നത് ഓരോരാൾക്കും ഓരോ തരത്തില്, ഒരാൾ തൊടുന്നതായിരിക്കും ഇഷ്ടം, മറ്റേ തൊടാത്തതായിരിക്കും ഇഷ്ടം. ഇവർ രണ്ടും തമ്മിൽ യോജിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആത്മനിയന്ത്രണം എത്ര ഉണ്ടാവണം, ശീലങ്ങൾ എന്താണ്, ധർമ്മബോധം എന്താണ്, സ്വഭാവം, സംസ്കാരം, ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ തരത്തിലും സ്വഭാവം, സംസ്കാരം, ധാർമ്മികത, ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആചാര്യന്മാര്. ആ ആചാര്യന്മാരൊക്കെ ജാതകത്തിന് എതിർത്തിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. ജാതകം വേണമെങ്കിൽ അത് നിങ്ങളുടെ ബേസിക് ക്യാരക്ടർ ആവും. പക്ഷെ സിറ്റുവേഷനിലായിട്ടുള്ള കുറെ കാര്യങ്ങൾ, സാഹചര്യമായിട്ടുള്ള, ഇപ്പൊ 30% ജാതകമാണെങ്കിൽ 30% സിറ്റുവേഷനിലാണെങ്കിൽ 30% രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. നമ്മുടെ പാരമ്പര്യത്തിൽപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യമുണ്ട്, അതാണ് സിറ്റുവേഷനിൽ. ഞാൻ ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത്, ഇപ്പം ജർമ്മനിയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ്. അയാൾ കേരളത്തിലെ കുഗ്രാമത്തിൽ നിന്ന് പോകുന്ന ഒരു കുട്ടിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പക്ഷെ അതേ സമയത്ത് സിറ്റിയിൽ ജീവിച്ചിട്ടുള്ള ഡൽഹിയിലോ ബോംബെയിലോ ഹൈദരാബാദിലോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരു കോസ്മോപോളിറ്റൻ സ്റ്റൈല് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും, അവരുടെ ഭക്ഷണത്തിന്റെ ക്രമം നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. സ്ഥിരമായിട്ട് കഞ്ഞി കുടിക്കുന്ന ഞാൻ സ്ഥിരമായിട്ട് നൂഡിൽ കഴിക്കുന്ന ചൈനീസുകാരനെ കഴിച്ചാൽ എന്താവും?
ഇത് വലിയ ബുദ്ധിമുട്ടാവും. അപ്പോ മനോഭാവങ്ങൾ തമ്മിലുള്ള സാമ്യം എന്ന് പറയുന്ന, അതുപോലെ ആത്മീയത തമ്മിലുള്ള സാമ്യം എന്ന് പറയുന്ന, ശാരീരികമായിട്ടുള്ള സാമ്യം എന്ന് പറയുന്ന, നമ്മുടെ സിറ്റുവേഷനിൽ എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മുടെ ആത്മീയ പുരുഷന്മാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇത് ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ, ക്ഷമിക്കണം. അങ്ങീ പറഞ്ഞ സാഹചര്യം, സിറ്റുവേഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ, അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഹൈന്ദവ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമാണ്. അവിടെ പലപ്പോഴും ഞാൻ എന്റെ അനുഭവം കൂടി പറയാണ്. ഞാനും ഒരു ജ്യോതിഷ വിദ്യാർത്ഥിയാണ്, കുറെ കാലങ്ങളായിട്ട് എന്നും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ശാസ്ത്രമാണ്. കാരണം വേദാംഗങ്ങളിൽ ഒന്നാണ് ജ്യോതിഷം. നമ്മൾ ആരും അതിനെ മാറ്റി വെക്കുന്നില്ല, അത് തള്ളിപ്പറയുന്നില്ല, അത് നമ്മുടെ വേദങ്ങളുടെ ഒരു അംഗമാണ്. പക്ഷെ ഈ പൊരുത്തം നോക്കുക എന്നുള്ളതിനെ മാത്രമാണ് നമ്മൾ ഇവിടെ എതിർക്കുന്നത്. പ്രത്യേകിച്ചും നാൾപ്പൊരുത്തത്തിന്റെ പേരിൽ അങ്ങ് പറഞ്ഞതുപോലെ സിറ്റുവേഷണൽ ആയിട്ടുള്ള കണക്ഷൻസ്, അതിനെ പോലും അവഗണിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് തന്നെ നേരിട്ടറിയുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്. അവര് ഒരുപക്ഷെ കേരളത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടികളായിരിക്കും. അവർക്ക് ജാതകം മാത്രം നോക്കിക്കൊണ്ട് കേരളത്തിന് പുറത്തും അല്ലെങ്കിൽ അതുപോലെ തന്നെ വിദേശങ്ങളിലൊക്കെ ജനിച്ച് വളർന്ന പുരുഷന്മാരുമായിട്ട് വിവാഹം കഴിപ്പിക്കും. അല്ലെങ്കിൽ തിരിച്ചും കേരളത്തിൽ വളർന്ന പുരുഷന്മാരെ തിരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ വിദേശങ്ങളിലോ ജീവിക്കുന്ന സ്ത്രീകളുമായിട്ട് കല്യാണം കഴിപ്പിക്കുന്നത് വെറും ജാതകത്തിന്റെ പേരിലായിട്ട് വളരെ പെട്ടെന്ന് വിത്തിൻ 5 വർഷം പോലും ഇല്ല, 2 വർഷത്തിനകത്ത് ഡൈവോഴ്സ് ആകുന്ന ഒരുപാട് കേസുകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വേദനയോട് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ അങ്ങേ തന്നെ ജ്യോതിഷാചാര്യനും അതുപോലെ ശാസ്ത്രജ്ഞനും പണ്ഡിതനും നമ്മുടെ ഹൈന്ദവ ശാസ്ത്രങ്ങളെ കുറിച്ച് ഏറ്റവും അധികം ജ്ഞാനമുള്ള അങ്ങേ തന്നെ ക്ഷണിച്ചത്. പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണൻ സാറ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, നാൾപ്പൊരുത്തത്തിന്റെ പേരിൽ നിങ്ങൾ ദയവായിട്ട് വിവാഹങ്ങള് നടത്തരുത് എന്നുള്ളത്. അപ്പൊ അങ്ങ് പറഞ്ഞ ഈ സിറ്റുവേഷൻ എന്ന് കേട്ടതിന് ഞാനൊന്ന് ഈ ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കുകയാണ്. കാരണം സിറ്റുവേഷന്റെ താരതമ്യം നോക്കാതെ, എവിടെ ജനിച്ചു വളർന്നു എന്ന് പോലും നോക്കാതെ അവിടെ കൊണ്ടുവന്നിട്ട് പൊരുത്തത്തിന്റെ പേരിൽ വിവാഹം നടത്തിയിട്ട് പൊരുത്തക്കേടുകൾ ഉണ്ടാക്കി പിരിയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഹൈന്ദവ സമൂഹത്തിലുള്ളത്. പ്രത്യേകിച്ചും കേരളത്തിൽ നടക്കുന്ന 90% ഡിവോഴ്സുകൾ, വിവാഹമോചനങ്ങൾ നടക്കുന്നത് ഹിന്ദുക്കളുടെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഈ നാൾപ്പൊരുത്തം നോക്കുന്ന അഥവാ ജ്യോത്സ്യന്മാർക്ക് ഇനി ജീവിച്ചു പോകാനാണ് ഉദ്ദേശമെങ്കിൽ, ഈ നാൾപ്പൊരുത്തം വെച്ച് ജീവിച്ചു പോകണമെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വീട്ടുകാർ കൊണ്ടുവരുന്ന വിവാഹം പെൺകുട്ടിക്ക് താല്പര്യമാണ്, അവർ ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടിൽ നിന്ന് അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിന് തടസ്സം നിൽക്കാതെ അത് നടത്തിക്കോട്ടെ എന്ന് പറയേണ്ട ഒരു കാര്യമല്ലേ, അല്ലെ? അതല്ലേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആവശ്യം? അല്ല, നമ്മള് അറിയാത്ത ആൾക്കാരും ഇതുവരെ പരിചയമില്ലാത്ത ആൾക്കാരും ഒക്കെ വിവാഹം നടത്തിയിട്ടുള്ളതോ അല്ലെങ്കിൽ കുട്ടികളെ സമ്പാദനം നടത്തിയിട്ടുള്ളതോ ആയിട്ടുള്ള കുറെ ഉദാഹരണങ്ങൾ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ കാണാം. ഇപ്പൊ വ്യാസന്റെ കഥ എടുത്താലും നമ്മുടെ ശാന്തനുവിന്റെ കഥ എടുത്താലും, ഇപ്പൊ ഗന്ധർവ വിവാഹം എന്ന് പറയുന്നതൊക്കെ, ഗന്ധർവ വിവാഹമൊക്കെ അന്ന് വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു സംഭവമായിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മള് ഈ പലർക്കും ഗന്ധർവ വിവാഹം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല, സ്വന്തം ഇഷ്ടത്തിന് വിവാഹം കഴിക്കുന്നതാണ് സെലക്ട് ചെയ്യുന്ന, നമ്മൾക്ക് ആരോടാണോ ഒരു ആധിപത്യം അല്ലെങ്കിൽ വേണം എന്ന് തോന്നുന്നത്, ആസക്തി തോന്നുന്നത്, അവരുടെ പിന്നാലെ പോവാന്നുള്ളത്. അതിലൊന്നും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രേമവിവാഹം, തിരഞ്ഞെടുക്കുക, പ്രേമവിവാഹം എന്നൊക്കെ പറയുന്നത്. അത് ഒരു പലതരത്തിലുള്ള അത് ഒരു ഭാഗം മാച്ചിങ് ആവുമ്പോഴാണ് അത് തോന്നുന്നത്. അത് വശ്യപ്പൊരുത്താണെന്ന് വിചാരിക്കാം. വശ്യപ്പൊരുത്താണെങ്കിൽ കാണുമ്പോൾ തോന്നും. യോനിപ്പൊരുത്തം നോക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഗണപ്പൊരുത്തം എന്ന് നോക്കുന്നത് സ്വഭാവത്തിന് വേണ്ടിയിട്ടാണ്. മൈത്രി എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ടും മാനസികമായിട്ടും അടുപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. രജ്ജുപ്പൊരുത്തം എന്ന് പറയുന്നത് ഇയാൾക്ക് കുറെ കാലം കൂടെ ജീവിക്കാൻ പറ്റുമോ. അപ്പൊ ഇപ്പൊ അതുപോലെ നമ്മളിപ്പോ ഒരു സന്താന ഭാഗ്യം എന്ന്, അതായത് ടിബിസി ഇപ്പോഴത്തെ ഭാഷയിൽ കൂടി അങ്ങൊരു സൈക്കോതെറാപ്പിസ്റ്റ് കൂടിയാണ്, അങ്ങ് അനേക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതായത് ഒരു ലോയർ കൂടിയാണ്, വക്കീല് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാമൂഹിക സാഹചര്യത്തിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ്. ഡൈവോഴ്സ് കേസുകളെ കുറിച്ചിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കുറിച്ച് ഒരുപാട് അറിയുന്ന വ്യക്തിയാണ്. അപ്പൊ അങ്ങ് പറഞ്ഞ ഈ യോനിപ്പൊരുത്തം എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ സൈക്കോളജിക്കൽ ഭാഷയിൽ പറയുമ്പോൾ സെക്ഷുവൽ എക്സ്പെക്ടേഷൻസ് അല്ലെ, രണ്ടു കൂട്ടരുടെയും ശാരീരികമായിട്ടുള്ള താല്പര്യങ്ങൾ, അവരുടെ ലവ് ലാംഗ്വേജ് അല്ലെ, അവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞു. ചിലർക്ക് ശാരീരികമായിട്ട് തമ്മിൽ ബന്ധപ്പെടാൻ പോലും ഇഷ്ടമില്ലാത്ത പല കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അല്ലെങ്കിൽ അവരുടെ സെക്ഷുവൽ എക്സ്പെക്ടേഷൻ, അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. അതുപോലെ അങ്ങ് പറഞ്ഞ പോലെ രജ്ജുപൊരുത്തം എത്ര കാലം ജീവിച്ചിരിക്കും എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ പറഞ്ഞോളൂ ടിപിസി. അപ്പോ നമ്മൾ ഇപ്പൊ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞു പോയപ്പോ അറിയാതെ പറഞ്ഞു പോയതാണ് അഡ്വക്കേറ്റ് ആണെന്നൊക്കെ ഉള്ളത്. ഞാൻ PhD ചെയ്യുന്ന കാലത്ത്
ഞാൻ താമസിച്ച ഹോസ്റ്റലും എന്റെ ഡിപ്പാർട്ട്മെന്റിനും ഇടയിലാണ് കോർട്ട് കോംപ്ലക്സ്. ആ കോർട്ട് കോംപ്ലക്സ് ബാംഗ്ലൂർ ഞാൻ സ്ഥിരമായിട്ട് പോയിരിക്കുന്ന ഒരു സ്ഥലം ഫാമിലി കോർട്ടായിരുന്നു. കാരണം നമുക്ക് ആ സമയത്തെ ഈ കൗൺസിലിങ്ങിലും ഒക്കെയുള്ള താല്പര്യം കൊണ്ട് ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കാനും അങ്ങനെ സാധാരണ ആരും ഇരുത്താറില്ല. പക്ഷെ ഞാൻ അവിടെ പരിചയമുള്ള ആളും സ്ഥിരമായിട്ട് പോകുന്ന ആളാകുമ്പോൾ ജഡ്ജി പറയും എല്ലാവരും പോയിക്കോളൂ, ഇയാൾക്ക് അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ ഇരുത്താറുണ്ട്. അപ്പൊ അത് നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്, ഞാൻ അങ്ങനെ കരുതാറ്. നമുക്ക് ഓരോ വ്യക്തികളെയും അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു 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 വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പം ഈ മാരേജുകൾ നടത്തുന്നത് പലപ്പോഴും ദാമ്പത്യത്തിന് വേണ്ടിയിട്ടോ കുട്ടികൾ ഉണ്ടാവാനോ അല്ലെങ്കിൽ ഒരു ഫാമിലി സെറ്റപ്പിനോ അല്ലാത്തൊരു കാലത്ത് പലർക്കും അറിയാത്തതാണ്, ഒരു കൂട്ടിന് വേണ്ടിയിട്ട് മാത്രം. അമേരിക്കയിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്റർവ്യൂ നടത്തിയിട്ട് വേണം കോർട്ട് മാരേജ് നടത്തുമ്പോൾ രജിസ്റ്റർ നടത്തുന്ന സമയത്ത് അവരെ ചോദ്യം ചെയ്ത് ഇന്റർവ്യൂ ചെയ്യും. എന്താ കാരണം? ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള കുറെ പേര് അമേരിക്കയിൽ പോയിട്ട് അവിടെ വിവാഹം കഴിക്കുന്നത് ഒരു വിസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു അമേരിക്കൻ സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അയാൾക്ക് വിസ കിട്ടും, പിറ്റേ ദിവസം ഡൈവേഴ്സ് ചെയ്താലും പിന്നെ പ്രശ്നമൊന്നുമില്ല. അതൊരു അസുഖമായി മാറിയത് കൊണ്ട്, അതൊരു ഒരു തരത്തിലുള്ള വ്യാധിയായി മാറിയത് കൊണ്ട് അവര് വളരെ കൃത്യമായിട്ട്. അപ്പൊ വിവാഹം എന്ന് പറയുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന വിവാഹത്തിന്റെ കൺസെപ്റ്റ് അല്ല ഇന്നത്തെ വിവാഹത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന്, ചിലപ്പം ഞാൻ വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളാണ്, വേറെ റിച്ച് ആയിട്ടുള്ള ഒരാൾക്ക് അവരുടെ പാർട്ട്ണർഷിപ്പ്, പണ്ട് കാലത്ത് രാജാക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. ഇപ്പൊ ഉദയ്പൂരിലെ രാജാവ് എന്തിനാണ് കുറേ ദൂരെയുള്ള ബംഗാളിലെ രാജ്ഞിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്? ഭാരതത്തിലെ രാജ്ഞിമാരിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്ഞി എന്തുകൊണ്ടാണ് കൊണ്ടുപോയെന്ന് വെച്ചാൽ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവും അറിയുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ മകളെ ഇത്രയും ദൂരെ കൊണ്ടുപോയിട്ട് വേറൊരു സമൂഹത്തിന് പെട്ടിട്ടുള്ള വേറൊരു ഭാഷയുള്ള വേറൊരു സ്ഥലത്ത് വിവാഹം കഴിച്ച് കൊടുക്കാണ്ടിരിക്കാമായിരുന്നു. പക്ഷെ കൊടുത്തില്ലെങ്കിൽ അന്ന് യുദ്ധം ഉണ്ടാവും. അപ്പൊ നമ്മുടെ കാരണങ്ങൾ വ്യത്യസ്തമാണ്, കാലങ്ങളിൽ കാരണങ്ങൾ വ്യത്യസ്തമാണ്. അതായത് ഇപ്പോഴത്തെ അങ്ങേ പോലെ ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് സംസാരിക്കുമ്പോൾ ഇന്ന് നോക്കേണ്ട ഒരു പൊരുത്തത്തില് പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന ഫൈനാൻഷ്യൽ എക്സ്പെക്ടേഷൻസ് അല്ലേ? എക്സ്പെക്ടേഷൻസ് അതില്ലെങ്കിൽ ചിലപ്പോൾ പൊളിഞ്ഞു പോകും. ലക്ഷ്മി മ്യൂട്ട് ആവുന്നുണ്ട് കേട്ടോ, അടുക്ക് സൗണ്ട് കേൾക്കണില്ല. അപ്പോ നമ്മുടെ കോൾസ് വരുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് കോൾസ്. ഓക്കെ. അപ്പൊ ഈ ജാതകത്തിലുള്ള മാച്ചിങ്, അതിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50% ജാതകത്തിൽ അല്ലെങ്കിൽ 30% ജാതകമാണെങ്കിൽ 70% ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ ഉണ്ടല്ലോ. നമ്മുടെ നിബന്ധനകള്, നമ്മുടെ സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങള്, അതിലധിഷ്ഠിതമായിട്ടുള്ള കണക്കുകളും കൂടി ചേർക്കുമ്പോൾ മാത്രം, അത് കാലാകാലങ്ങളിൽ അങ്ങനെയായിരുന്നു, അത് കൂടെ ആവുമ്പോൾ മാത്രമേ ഇത് കൃത്യമായിട്ട് നടക്കുള്ളൂ. ഇപ്പൊ പ്രൊഫഷണലി ഈക്വൽ ആണെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ മാരേജ് തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള കേസൊക്കെ ഉണ്ടായിട്ട് ഹൈദരാബാദിൽ എനിക്ക് ആദ്യമായിട്ട് വന്നൊരു കൗൺസിലിംഗ് കേസ് അതാണ്. രണ്ടുപേരും ആയുർവേദ എക്സ്പേർട്സ് ആണ്, ഒരേ കോളേജിൽ നിന്ന് പഠിച്ച് പുറത്തു വരുന്നു. അവർ തീരുമാനിച്ചത് ഒരേ സ്ഥലത്ത് ഒരു ക്ലിനിക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കൂടെ ജീവിക്കാം, ഒരേ പ്രൊഫഷണലാണ്, ഷെയർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അന്വേഷിച്ച് വന്ന സമയത്ത് ആ പെൺകുട്ടി എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു തമിഴ് ബ്രാഹ്മണന്റെ മകളാണ്. ആ പയ്യൻ എന്ന് പറയുന്നത് നായക് ബ്രാഹ്മണനാണ്, അതും ബ്രാഹ്മണനാണ്. നായക് ബ്രാഹ്മൺ എന്ന് പറഞ്ഞ ബാർബറാണ്, കട്ടിങ് ആൻഡ് ഷേവിങ് ചെയ്യുന്ന ബേസിക് ക്യാരക്ടർ ഉള്ളവരാണ്. അപ്പൊ എന്തിനാണ് ഈ ഒരു പൊരുത്തം നോക്കുന്ന സമയത്ത് ജാതകമാണോ നോക്കേണ്ടത്, പ്രൊഫഷനാണോ നോക്കേണ്ടത്, അവരുടെ കുലമഹിമയാണോ നോക്കേണ്ടത്, പാരമ്പര്യമാണോ നോക്കേണ്ടത്, കൾച്ചറാണോ നോക്കേണ്ടത്? ഇതൊന്നുമല്ല, അവരുടെ ടേസ്റ്റ് നോക്കിയാൽ മതി. പക്ഷെ ആ ടേസ്റ്റിൽ ബേസിക് ആയിട്ട് മാറ്റം ഉണ്ടാവും. കാരണം ഈ പെൺകുട്ടി ഏത് പൂജ നടക്കുന്ന സമയത്തും നന്നായിട്ട് പാട്ട് പാടും, അതിൽ പൂർണ്ണമായിട്ടും അഭിരമിക്കും. ഫുൾ ടൈം അവിടെ ഇരിക്കാനോ 2 മണിക്കൂർ ഇരിക്കാനോ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ഈ ഒരു കാര്യം വന്ന സമയത്ത് അച്ഛനും അമ്മയും, ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും വന്ന് പറഞ്ഞത് ഈ മാരേജ് നടക്കാൻ പാടില്ല, ഡോക്ടർ TPS എങ്ങനെയെങ്കിലും പറഞ്ഞില്ലാണ്ടാക്കണം. ഈ കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇത് എങ്ങനെയെങ്കിലും നടത്തിത്തരാൻ വേണ്ടിയിട്ടൊന്ന് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒരു റെക്കമെൻഡേഷൻ പറയണം. നമ്മൾ ശരിക്കും ഒരു പ്രശ്നത്തിലായി. പക്ഷെ ഞാൻ ചെയ്തത്, എൻ്റെ ഒരു സുഹൃത്തിന്റെ പൂജ നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഈ രണ്ടാളെയും ഒന്ന് കൗൺസിലിംഗ് ചെയ്യാൻ, നമുക്ക് മനസ്സിലാക്കാലോ ഇവരുടെ അറ്റാച്ച്മെന്റ് എത്രയുണ്ട്, ഇവരുടെ പാരമ്പര്യം എത്രയുണ്ട്, അവരെങ്ങനെയുണ്ട്, കൃത്യമായിട്ട് എല്ലാ പൊരുത്തങ്ങളും ഉള്ള ആളാണോ. ജാതകം നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് പൂജ നടക്കുന്നുണ്ട്, കാരണം ഇവർ തീരുമാനിച്ചതാണ്, എന്തായാലും നടത്തി കൊടുക്കില്ല എന്ന് തീരുമാനിച്ചതാണ് അച്ഛനും അമ്മയും. എന്തായാലും ഞങ്ങൾ ഒളിച്ചോടി പോവില്ല, പക്ഷെ കൂടെ ജീവിക്കുള്ളൂ എന്ന് തീരുമാനിച്ചവരാണ് ഈ മകള്. അപ്പൊ ഞാൻ ചെയ്തത്, നിങ്ങൾ ഒരു പൂജക്ക് നിങ്ങൾ രണ്ടാളും പങ്കെടുക്കാൻ പറഞ്ഞു. ആ പൂജ നടക്കുന്ന തൊട്ടടുത്തിരുന്ന്
ഈ പെൺകുട്ടി അസലായിട്ട് പാട്ട് പാടുകയും പൂജ എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷെ ആ പയ്യന് അവിടെ 10 മിനിറ്റിലധികം ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം അവന്റെ പാരമ്പര്യത്തിൽ ആ ഒരു രീതി ഇല്ല. അപ്പൊ അവൻ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും പുറത്ത് ബാൽക്കണി പോകും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇരിക്കൂ ഇവിടെ. അത് ഒരു ടെസ്റ്റ് കേസ് ആയിരുന്നു. ഇരിക്കൂ, നമുക്ക് കാണാം, പൂജ കാണാം. പക്ഷെ അവന് ഇരിക്കാൻ പറ്റില്ല. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവന് തീരെ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, നമുക്കൊന്ന് സംസാരിക്കാം. അപ്പൊ ഇവനോട് ചോദിക്കാം, എത്ര മിനിറ്റ് നീ ഇവിടെ ഇരുന്നിട്ടുണ്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇതൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല എങ്ങനെ. അപ്പൊ ഒരു സാമൂഹികമായ ബന്ധുക്കളുടെ ഒരു സപ്പോർട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ഫാമിലി ഫംഗ്ഷനില് ഇയാൾക്ക് 10 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല എന്ന് അയാൾ തന്നെ പ്രൂവ് ചെയ്തു. ഈ പഠിക്കുന്ന കാലത്തോ ക്ലിനിക്കിലോ അവര് തമ്മിൽ പാർക്കിൽ പോകുമ്പോഴോ ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഫാമിലി ഫംഗ്ഷനിൽ അയാൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത്. ആ ഒറ്റ കാരണം പറഞ്ഞപ്പോഴത്തേക്കും ഈ പെൺകുട്ടി പറഞ്ഞു, ഇങ്ങനെ പൂജക്കൊന്നും ഇരിക്കാൻ പറ്റില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. എന്താ പറ്റുക? വലിയ ബുദ്ധിമുട്ടൊന്നും ആവില്ല. ആദ്യത്തെ ഒരു പൂജ നടക്കുമ്പോൾ പറയും, നമുക്ക് രണ്ടാക്കും പോവാന്ന് പറയും. രണ്ടാമതൊരു ഇതേപോലെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ പറയും, നീ പോയിക്കോളൂ, ഞാൻ വരുന്നില്ല എന്ന് പറയും. മൂന്നോ നാലാമതാവുമ്പോൾ പറയും, നീ പോണ്ടാന്ന് പറയും. ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെണ്ണ് അവനോട്, നീ പോ, ഞാനില്ല നിന്റെ കൂടെ. ഇത് കൂട്ടാനോ പിരിക്കാനോ ആയിരുന്നില്ല എന്റെ ശ്രമം. ഞാൻ പറഞ്ഞത് സിറ്റുവേഷനിലായിട്ട് വ്യത്യസ്തമായ സിറ്റുവേഷനിലൂടെ ജീവിതം പോകുന്ന സമയത്ത് പ്രൊഫഷണലി മാച്ചിങ് ഉണ്ടാവും, ഫിനാൻഷ്യലി മാച്ചിങ് ഉണ്ടാവും, ക്വാളിഫിക്കേഷൻ ബേസ് മാച്ചിങ് ഉണ്ടാവും, ജാതകത്തിലും ചിലപ്പോൾ പൊരുത്തമുണ്ടായിരുന്നു വരും. ജാതകത്തിലും ചിലപ്പോൾ പൊരുത്തമുണ്ടായിരുന്നു വരും. നമുക്ക് പറയാൻ പറ്റില്ല. ലാംഗ്വേജ് നോക്കിയിട്ടോ ഭാഷ നോക്കിയിട്ടോ ഒന്നല്ലോ ജാതകം എഴുതുന്നത്. സ്റ്റാറും പൊസിഷനും ഒക്കെ ഇതിനൊക്കെ മുകളിലുള്ള സംഭവമാണ്. പക്ഷെ തെളിയാത്ത ചില കണക്കുകളുണ്ട്. അത് സിറ്റുവേഷനിലാണ്. അത് എഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇടപെടുന്ന സ്ത്രീക്കും പുരുഷനും അതിൽ എത്രത്തോളം ശ്രദ്ധയും സ്നേഹവും സംവേദന യോഗ്യതയും കൃത്യമായിട്ട് ബന്ധവും അതിൽ നിങ്ങൾ അളവ് പോലും വെച്ച് ദാമ്പത്യത്തെ അളക്കുന്നുണ്ടോ എന്നും കൂടി നോക്കുമ്പോഴാണ്. അതിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ രണ്ട് വ്യത്യസ്തമായ റിലീജിയനിൽ പെട്ടിട്ടുള്ള ആള്, അത് ക്രിസ്ത്യനും ഹിന്ദു ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് നിന്റേതാവാം, എനിക്ക് എന്റേതാവാം എന്ന ഭാവത്തിലൊക്കെയാണ്, കുഴപ്പമില്ല. ഈ പൂജക്ക് നീ വരണമെന്നില്ല, ഞാൻ തന്നെ ഇരുന്നോളാം, ഞാൻ എനിക്ക് തോന്നുന്നിടത്തൊക്കെ ഞാൻ പോകും, നിങ്ങൾക്ക് തോന്നുന്നിടത്തൊക്കെ നിങ്ങൾ പോകും. അങ്ങനെ പോകുന്നവരും ഉണ്ട്. അങ്ങനെ കൂടെ മാച്ചോട് കൂടി പോകുന്ന എത്രയോ നമുക്കറിയാമെന്നറിയോ. അപ്പൊ ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ നിങ്ങൾ മാറ്റിവെച്ചിട്ട് ആക്സെപ്റ്റ് പീപ്പിൾ ആസ് ദേ ആർ. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എത്രയോ കുടുംബങ്ങളെ നമുക്കറിയാം, അവര് അമ്പലത്തിലേക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും. അയാൾക്ക് താല്പര്യം ഉണ്ടാവില്ല, സ്ത്രീക്ക് മാത്രമേ താല്പര്യം. അവരുള്ളിൽ പ്രദക്ഷിണമൊക്കെ കഴിയുന്നവരെ പുറത്ത് കാത്തിരിക്കും. അത് കഴിഞ്ഞ് വണ്ടി ഓടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. ഒരു 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 നെഗറ്റിവിറ്റിയോ ഒന്നും ചിന്തിച്ചിട്ടല്ല, അത് വളരെ ഇഷ്ടത്തോടു കൂടി തന്നെയാണ്. അപ്പൊ നമ്മള് ഓരോരാളുടെയും ആവശ്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ആ ഒരു ഫ്രീഡം കൂടി കൊടുക്കുകയാണെങ്കിൽ, മാരേജ് എന്ന് പറയുന്ന ഒരു ഇത്തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ, അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ചിലപ്പം ഒരു മാരേജ് കഴിഞ്ഞ് ഒരു 10 വർഷം 20 വർഷം കഴിഞ്ഞാൽ, പിന്നെ കുട്ടികളുടെ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത്, ഞാൻ സാധാരണ പറയണ്ടേ, ഫിലോസ് ഇറോസ് അഗാപ്പി എൻ്റെ ഒരു കവിതയുണ്ട്. 3 തരത്തിലാണ് ബന്ധം. ഫിലോസ് എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ കവർന്നെടുക്കുകയോ അല്ലെങ്കിൽ കട്ടെടുക്കുകയോ അല്ലെങ്കിൽ ഒളിഞ്ഞു ചെയ്യുകയോ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഇഷ്ടം തോന്നുന്ന ഒരു പ്രായം, ടീനേജ് പ്രായവും ഒരു അഡോളസൻസിലേക്ക് കടക്കുന്ന ഒരു കാലവും ഒക്കെ 10-25-30 വയസ്സൊക്കെ ആകുമ്പോൾ അത് മാറും. പിന്നെ വരുന്നത് ഫിലോസ് ആണ്. അത് ആരും കാണാതെ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ രണ്ടുപേര് സംസാരിക്കുന്നത് പോലും ജനങ്ങൾ കാണാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ലോകത്ത് അങ്ങനെ ജീവിക്കുന്ന കുറെ ജനങ്ങളുണ്ട്. അവര് കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ വലിയ വഴക്കായി വീട്ടിലൊക്കെ. ആലോചിച്ചൊക്കെ, പരിചയമില്ലാത്ത അന്യോന്യം അറിയാത്ത രണ്ടുപേര് സംസാരിച്ചാൽ അത് കലഹമായി മാറുന്ന ഈ ലോകത്താണ് പരിചയമില്ലാത്ത രണ്ടുപേരെ വിവാഹം കഴിപ്പിച്ച് ഒരേ സ്ഥലത്തേക്ക് പറഞ്ഞേക്കുന്നതെന്ന് ആലോചിക്കുക. വലിയ കോൺഫ്ലിക്റ്റും കോൺട്രഡിക്ഷൻ ഉള്ള ഒരു സംഭവമാണിത്. രണ്ടുപേര് പാർക്കിലെങ്ങാണ്ട് പരിചയമില്ലാത്തവർ സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി. അതേ രണ്ടുപേരെ ഏതോ ഒരു കെട്ടിന്റെ പേരിൽ കൂട്ടിക്കെട്ടി ജാതക കെട്ടിയിട്ട് ഒരേ റൂമിലേക്ക് പറഞ്ഞയക്കുന്നവരാണ് നമ്മുടെ വിവാഹം എന്ന് പറയുന്ന സമ്പ്രദായം. അത് ഒരു മോക്കറിയാണെന്നാണ് വെസ്റ്റേൺ രാജ്യത്തിന്റെ ഒക്കെ, അത് മോക്കറിയാണ് ചിലപ്പോൾ. അപ്പൊ അന്യോന്യം സംസാരിക്കാനോ ഇടപെടാനോ ഒക്കെ സമയം കൊടുക്കുക. അത് ഭാരതത്തിൽ ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ തല കുനിക്കേണ്ട ഒരു സാഹചര്യമാണ്. കാര്യം അല്ലെ, മറ്റുള്ളവരുടെ കണ്ണിൽ ഇത് എന്താണ്, ഒരു പരിചയവുമില്ലാത്ത രണ്ട് വ്യക്തികളെ ഏതെങ്കിലും ഒരു പൊരുത്തത്തിന്റെ പേരിൽ മാത്രം അവരെ വിവാഹം കഴിപ്പിച്ച് വിട്ടിട്ട് അവരുടെ ജീവിതം എങ്ങനെയാകും എന്നുള്ള അവർക്കൊരു സ്വാതന്ത്ര്യമില്ലാതെ
അവർക്ക് സ്വയം ചിന്തിക്കാൻ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ മാതാപിതാക്കൾ ഫോഴ്സ് ചെയ്ത് ഈ ഒരു പൊരുത്തം ജാതകം നോക്കി പൊരുത്തമുണ്ട്, ഈ ഒരൊറ്റ കാരണം പറഞ്ഞ് വിവാഹം നടത്തുക, അതിന്റെ പേരിൽ തന്നെ പിരിയുക, മറ്റു കാരണങ്ങളുടെ ഇത് നമ്മളിപ്പോ പറയുന്ന ഒരു കൊല്ലത്തേക്ക് മുമ്പ് നിശ്ചയം നടത്തി 1 കൊല്ലം അവരെ സംസാരിക്കാൻ അനുവദിച്ച് വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രി രണ്ടാളും നല്ലപോലെ തണ്ണി അടിച്ച് പൂസായി പഴയ കഥകളൊക്കെ പറഞ്ഞ് പിരിഞ്ഞിട്ടുള്ള കേസും എനിക്കറിയാം. ഈ 1 കൊല്ലം കൂടെ നടക്കുന്ന സമയത്ത് അവരുടെ ഒരു ഡിസിപ്ലിൻ, മാരേജ് കഴിഞ്ഞ് അന്ന് രാത്രി പാർട്ടി നടത്തിയിട്ട് നല്ലോണം പൂസടിച്ചപ്പോഴാണ് അതിന് പാരലൽ ആയിട്ടുള്ള കഥകളൊക്കെ അന്യോന്യം പറഞ്ഞ് വാശി പിടിച്ച് അന്നേ ദിവസം പിരിഞ്ഞ കഥകൾ. അപ്പം ഇത് നമ്മള് അതാ ഞാൻ പറഞ്ഞ സിറ്റുവേഷനിലാവണം എന്ന് നമ്മൾ പറയുന്നതാണ്. അത് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തപ്പോ വലിയ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ഇതൊക്കെ ഒരു ചാൻസ്, അത് ചിലപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഇന്ന് ലോകത്തുണ്ടെങ്കിൽ ആ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ജാതകം. അത് 100% കറക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിൽ പോസിബിലിറ്റീസും പ്രോബബിലിറ്റീസും, സ്റ്റാറ്റിസ്റ്റിക്സിൽ എപ്പോഴും പോസിബിലിറ്റിയും പ്രോബബിലിറ്റീസും ആണ്. അതുകൊണ്ട് തന്നെ അങ്ങും പറയുന്നത് ജാതകം നോക്കിക്കോളൂ, പൊരുത്തം നോക്കിയിട്ട് ഒരിക്കലും വിവാഹം കഴിപ്പിക്കരുത് അല്ലെ. ജാതകം നോക്കിക്കോളൂ, പക്ഷെ നാൾ പൊരുത്തത്തിന്റെ പേരില് വിവാഹം കഴിപ്പിക്കുകയോ അല്ല, ഈ നാൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തെ നമ്മൾ 27 കഷ്ണങ്ങളാക്കി തരംതിരിച്ചിട്ട് സൈനുകൾ വെച്ചിട്ട് ചെയ്യുന്ന കുറെ മണ്ടന്മാരുണ്ട്. അങ്ങനെ ലോകത്തെ 27 തരത്തിലുള്ള ജനങ്ങളാക്കിയിട്ട് മാറ്റാൻ പറ്റുമോ? സ്റ്റാർ മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കറക്റ്റ് ഇത് പറയുന്ന ഈ അത്തരം കുറെ മാഗസീനുകൾ ഇറങ്ങിയിട്ടില്ലേ അല്ലേ? അവര് പ്രൊഡിക്ഷൻസ് പറയുമല്ലോ, ഈ ഒരു മാസം നിങ്ങൾക്ക് ഇന്നതാണ് നിങ്ങളുടെ ഫലം. ഇതൊക്കെ മണ്ടത്തരാണ്. കാരണം അത്ര സിമ്പിളൊന്നും അല്ല ഈ ശാസ്ത്രം. അത് കുറെ മെനക്കെട്ടാലേ നടക്കുള്ളൂ. അപ്പൊ അതിന് ഇപ്പം ഇന്നലെ മിഞ്ഞാന്നൊരാള്, അയാള് പിന്നെ മിലിറ്ററിയിൽ നല്ലൊരു സീനിയർ ഓഫീസറാണ്. അയാൾ എന്നോട് വെറുതെ കാഷ്വലി വീട്ടിൽ വന്ന സമയത്ത് അദ്ദേഹം ചുമ്മാ എന്റെ ഇൻട്രസ്റ്റ് ഒക്കെ പറഞ്ഞ സമയത്ത് ഇതൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അയാളുടെ പ്രൊമോഷന്റെ ഡേറ്റ് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കൃത്യമായിട്ട് ഡേറ്റ് മെയിലാണ് നടക്കാന്ന് പറഞ്ഞു. അല്ല, മെയിൽ നടക്കില്ല, ഡിസംബറിലാണ് ഞങ്ങളുടെ പ്രൊമോഷൻ. ഞാൻ പറഞ്ഞു ശരി. കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് പറഞ്ഞു ഡിസംബറിൽ നടന്നിട്ടായിട്ടുള്ള മെയിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോ നമ്മള് എല്ലാം കറക്റ്റ് ആവുന്നല്ല പറയുന്നത്, വലിയ അപ്രീസിയേഷൻ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അടുത്തത് അറിയേണ്ടത് അടുത്ത പ്രൊമോഷൻ എപ്പോഴാണെന്നുള്ളത്. അപ്പൊ ഞാനത് ഈ ഓഗസ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ, മറ്റേത് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല, 27 ഡിസംബറിൽ നടക്കും. അതല്ല, അതിനു മുമ്പ് എന്തായാലും ഞങ്ങളുടെ കമ്മിറ്റി ഉണ്ടെന്ന്. ഇന്നലെ വിളിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു 27 ഡിസംബർ കറക്റ്റ് കിട്ടും. അപ്പൊ എല്ലാം കറക്റ്റ് ആവുന്നല്ല പറഞ്ഞാൽ നമുക്ക് അത് വലിയ ഒരു ചേഞ്ച് ജീവിതത്തിൽ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അത് കുറെ മെനക്കെടണം. അത്ര എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമല്ല. ഇതിന് ഇന്നത്തെ നമ്മൾ പലപ്പോഴും നമ്മുടെ ധാരണ ജാതകം നോക്കുമ്പോൾ ജാതകം മാത്രം നോക്കിയാൽ മതി. ആ ഗ്രഹ പൊസിഷൻസിന് ഇന്ന് ഗ്രഹങ്ങളുടെ സ്ഥാനം എവിടെയാണെന്നുള്ള പഞ്ചാംഗം കൃത്യമായിട്ട്, പഞ്ചാംഗം നോക്കാതെ ജാതകം നോക്കാൻ പറ്റില്ല. ഇത് രണ്ടും കൂടെ നോക്കണം. അപ്പൊ ഇത് രണ്ടും കൂടെ നോക്കണമെങ്കിൽ നമ്മൾ നല്ലപോലെ അസ്ട്രോണമിയും ഈ സ്റ്റാറിന്റെ പൊസിഷൻ, ഗ്രഹങ്ങളുടെ പൊസിഷൻ ഒക്കെ നോക്കിയിട്ട്, ഇല്ലാത്ത രാഹുവിന്റെയും കേതുവിന്റെയും ഒക്കെ പൊസിഷൻസ് നോക്കിയിട്ട്, ഈ അസ്ട്രോളജിയിലുള്ള 12 ഗ്രഹങ്ങളിലെ ഗ്രഹങ്ങളുടെ പൊസിഷൻസ് അടക്കം ഏതോ കാലത്ത് എഴുതിയിട്ടുള്ളത് സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒഴിച്ചാൽ ബാക്കി ഗ്രഹങ്ങളുടെ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നുള്ള ഡിസ്റ്റൻസിൽ കറക്റ്റ് ആയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ നോളജുകൾ വെച്ചിട്ടാണ് ഇതുവർ ചെയ്തിട്ടുണ്ടാവും, അത് തീർത്തും നമുക്ക് എടുത്തു കളയാൻ പറ്റില്ല. അപ്പൊ പൊരുത്തം നോക്കുന്ന സമയത്ത് 30% ഇതിനും ബാക്കി 70% അല്ലെങ്കിൽ അതിൽ കൂടുതൽ പറ്റുകയാണെങ്കിൽ അത് നോക്കേണ്ട ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ബ്ലൈൻഡ് ആവരുത്. അത് ഏത് കാര്യത്തിലായാലും ബ്ലൈൻഡ് ആയിട്ട് പൂർണ്ണമായിട്ടും ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാല്, ഡോക്ടർമാർക്ക് പിഴവ് പറ്റിയാൽ ഡോക്ടർ മോശാന്നേ നമ്മൾ പറയുള്ളൂ, ഒരിക്കലും മെഡിക്കൽ സയൻസ് മോശാന്ന് പറയില്ല. ഈ ഒരു കേസിൽ എന്താ വെച്ചാൽ, കുറേ കള്ള ജ്യോതിഷികളുള്ള ഒരു ലോകത്ത് അവരൊക്കെ എടുത്ത് പോവുകയും ചെയ്യും. എന്തെങ്കിലും അബദ്ധം പറ്റുമ്പോൾ ജ്യോതിഷം തെറ്റാണെന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്യുകയും ചെയ്യും. ആ ജ്യോതിഷിയുടെ കുഴപ്പമല്ല കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു പ്രൊഫഷണൽ അല്ല, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഞാൻ ഇത് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള അക്കാഡമിക് ആയിട്ട് നമ്മൾ ഹോരശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം പൂർണ്ണമായിട്ടും പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അത് മാത്രമല്ല, അതിനെയൊക്കെ കണ്ടൻസ്ഡ് ആയിട്ട് നമ്മുടെ വേർഷനിൽ നമുക്ക് പറ്റുന്ന തരത്തിൽ നോട്ട് ഉണ്ടാക്കിയിട്ട് 10-25 വർഷം മുമ്പ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ നോട്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു നോളജ് ഉണ്ടല്ലോ, അത് പഞ്ചാംഗം നമുക്ക് ആവശ്യമില്ല. പഞ്ചാംഗം സ്വന്തം ഉണ്ടാക്കാൻ പറ്റുന്ന മാത്തമാറ്റീഷ്യൻ ആണ് ബേസിക്കലി. അപ്പൊ ഇത് വളരെ എളുപ്പമാണ് നമുക്ക്.
അപ്പൊ അതറിയാനുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമാണ് ഇതിന് ആൻസർ ചെയ്തത്. അല്ലാണ്ട് ഇതിനെ ഇതുമായിട്ടുള്ള ഒരു റെക്കമെൻഡേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ, പക്ഷെ ഒപ്പോസ് ചെയ്യുമ്പോഴും അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തും ഈ ശാസ്ത്രം കുറച്ച് മനസ്സിലാക്കിയിട്ട് വേണം അറിയാമെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അത് കൃത്യമായിട്ട് വേണം. അതുണ്ടായി കഴിഞ്ഞാൽ വേണ്ടടുത്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അറിയാതെ ആവുമ്പോൾ കണ്ടെടുത്തൊക്കെ ഉപയോഗിക്കും. ഈ സ്പൂണാണെന്ന് അറിഞ്ഞിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ തല്ലാനും ഉപയോഗിക്കും, മൂടി തുറക്കാനും ഉപയോഗിക്കും, ബാക്ക് ചൊറിയാനും ഉപയോഗിക്കും, ആൾക്കാരെ എറിയാനും ഉപയോഗിക്കും, എല്ലാത്തിനും ഇത് ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പൊ സ്പൂണിന്റെ ആവശ്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം, അതിന് അത് മാത്രം ഉപയോഗിക്കുക. അപ്പൊ ജാതകം എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ളൊരു ഒരു ഒരു ശാസ്ത്രമുണ്ട്. അത് അതിന്റെ കാര്യത്തിന് മാത്രം ഉപയോഗിച്ച് അതിനെ വികലനമാക്കാതിരുന്നാൽ മതി. എനിക്ക് തോന്നുന്നില്ല ഭാരതീയ ശാസ്ത്രപ്രകാരം, ഭാരതീയ പൈതൃക പ്രകാരം നമ്മുടെ പാരമ്പര്യത്തിന് ഇതിന് ഒരു 100-500 വർഷത്തെ പഴക്കം അതിലും കുറവാവുന്ന എന്റെ ധാരണ. കാരണം പണ്ട് ബ്രാഹ്മണന്മാരാണ് ഏറ്റവും അറിവുള്ളവര്, അവരാണ് ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. അവര് സംബന്ധത്തിന് പോകുമ്പോൾ സ്ത്രീയുടെ ജാതകം നോക്കിയിട്ടൊന്നുമല്ലല്ലോ. നായന്മാരുടെ സ്ത്രീകൾ എത്രയോ ആൾക്കാരെ ആ സമയത്തൊക്കെ അവരുടെയൊക്കെ അതൊക്കെ ആ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു നാട്ടിലാണ് നമ്മുടെ പാരമ്പര്യം. അപ്പൊ നമ്മൾ ഈ പറയുന്ന പതിവ്രത, കുലം എന്നൊക്കെ പറയുന്ന, കുലമഹിമ എന്നൊക്കെ പറയുന്ന, പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അച്ഛൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ സ്ഥിതി അതാണ്. അപ്പൊ അത്രയൊക്കെ പറഞ്ഞാൽ മതി എന്നാണ്. അത് ഏത് ജാതിയിലായാലും അതായിരുന്നു. ജാതി എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ഭാരതീയർക്കും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു. അപ്പൊ ഇന്നത്തെ കാലത്ത് അതിനേക്കാളും കോംപ്ലക്സ് ആകുമ്പോൾ ഇതിൽ പറ്റുന്ന പാകപ്പിഴകൾക്ക് ജാതകത്തിനെ കുറ്റം പറഞ്ഞിട്ടോ മാച്ചിങ്ങിനെ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അങ്ങേക്ക് ജ്യോതിഷികളോട് പറയാനുള്ളത് എന്താണ്? പൊരുത്തം നോക്കാനായിട്ട് വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് ജ്യോതിഷികൾ എന്തായിരിക്കണം പറയേണ്ടത്? അതായത് വീട്ടുകാർ ചിലപ്പം നല്ല ഒരു മാച്ച് ആയിട്ട് അവർക്ക്, പെൺകുട്ടിക്കും വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ട ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ തിരഞ്ഞെടുക്കുന്നു. പക്ഷെ ഈ ജ്യോതിഷിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇത് പൊരുത്തമില്ല എന്നുള്ളതിന്റെ പേരിൽ അത് മുടക്കുന്നു. എന്നിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ഈ പെൺകുട്ടിയോ അല്ലെങ്കിൽ പുരുഷനോ നിർബന്ധിതനാകുന്നു. ഇവിടെ ഏറ്റവും അധികം ഈ കുട്ടികൾ വെറുക്കുന്നത് ആരെയായിരിക്കും? ജ്യോതിഷത്തിനെ ആയിരിക്കും. അല്ലെങ്കിൽ ജ്യോതിഷമാണ് ഇവിടെ പഴി കേൾക്കുന്നത്. ആരുടെ കച്ചവടമാണ് പൂട്ടിപ്പോകുന്നത്? ഇതേ ജ്യോതിഷികളുടെ തന്നെയാണ് കച്ചവടം പൂട്ടുന്നത്. അപ്പൊ അവര് പറയേണ്ടത് എന്തായിരിക്കണം? അത് ഒന്ന് അങ്ങ് പറയാമോ? അല്ലെ, ഇതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ, ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നതാണ്. ജാതകപ്പൊരുത്തത്തെക്കാളും കൂടുതലാണ് മനപ്പൊരുത്തം. അപ്പൊ മനപ്പൊരുത്തമുള്ളിടത്ത് ജാതകത്തിന്റെ പൊരുത്തം നോക്കരുത് എന്നാണ്. യു ഹാവ് സെലക്ടഡ് സംബഡി. നിങ്ങൾ ഒരാളെ ഇഷ്ടമാണ്, സെലക്ട് ചെയ്തു, മാരേജ് കഴിക്കാൻ. അതിന് പറ്റുന്ന നല്ല സമയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം. അത് കിഴക്കോട്ട് തിരിഞ്ഞു കെട്ടണോ, പടിഞ്ഞാറോട്ട് തിരിഞ്ഞു കെട്ടണോ, വടക്കോട്ടാണോ കിഴക്കോട്ടാണോ, ആ സദ്യക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും എന്നൊരു സംഭവം അല്ലാതെ അതിന്റെ ഒരു ടൈമും ലൊക്കേഷനും ഒക്കെ സൗകര്യം പോലെ. അപ്പൊ നമ്മളൊക്കെ സാധാരണ പറയാറ് മാരേജിന് എപ്പോഴാ സമയം? ഡിസംബറിലാണ് മിക്കവാർക്കും ഹോളിഡേ, അതാണ് ഏറ്റവും നല്ല സമയം. അതല്ലാതെ വേറെ സമയം നോക്കുന്നത് എന്തിനാ? അതല്ലെങ്കിൽ ഓണക്കാലത്താണ് ബന്ധുക്കൾക്കൊക്കെ വരാൻ ഇഷ്ടം, ആ സമയത്താണ് കുട്ടികൾക്ക് ഹോളിഡേ, വർക്കിംഗ് ഡേയിൽ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഇത്തരത്തിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് മാറിയിട്ടില്ലെങ്കിൽ കച്ചവടം പൂട്ടിപ്പോകുന്നു മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അത്രേ പറയുള്ളൂ. ജ്യോതിഷത്തിലെ പ്രമാണം തന്നെ ഉണ്ടല്ലോ അല്ലെ? ജ്യോതിഷത്തിന്റെ ആദ്യത്തെ പ്രമാണം തന്നെ അതാണ്, സർവാനുഗുണ മാബേബി മനോനുഗുണദാതിക എന്നാണ് അല്ലെ? എല്ലാ ഗുണങ്ങൾക്കും മനോഗുണമുണ്ടെങ്കിൽ അത് നടത്താൻ അനുവദിക്കണം എന്നാണ്. അനുവദിക്കണം, അങ്ങനെ മനോഗുണം ഉള്ളിടത്ത്, മനപ്പൊരുത്തം ഉള്ളിടത്ത് അതിനെ നടത്താൻ അനുവദിക്കണം എന്നുള്ളത് അംഗീകരിക്കാതെ ഈ ജ്യോതിഷികള് ദയവായിട്ട് വിവാഹങ്ങൾ മുടക്കരുത്. അത് സഹായിക്കാനുള്ള ഒരു ശാസ്ത്രമാണ് അല്ലെ? മനുഷ്യർക്ക് നന്മ പറഞ്ഞു കൊടുക്കാനും അവരെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനുമുള്ള ഒരു പ്രബോധകന്റെ അല്ലെങ്കിൽ കൗൺസിലറിന്റെ റോളാണ് ജ്യോതിഷിക്കുള്ളത്. അത് സാറ് ടിപ്പിസി പറഞ്ഞു വിശദമാക്കിയതുപോലെ സിറ്റുവേഷണൽ സാഹചര്യങ്ങളെയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ വീട്ടുകാർ കൊണ്ടുവരുന്ന ഒരു വിവാഹത്തിനെ മുടക്കാതെ, നാൾപ്പൊരുത്തത്തിന്റെ പേരിൽ മുടക്കാതെ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പ്രമാണം പറഞ്ഞുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും. അതുപോലെ തന്നെ ജാതിപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ, അതിർവരമ്പുകളൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. ഒരു കാലത്ത് അവരുടെ കുലത്തൊഴിൽ അതായിരുന്നു. ആ കുലത്തൊഴിൽ ചെയ്തിരുന്ന ഒരു പാരമ്പര്യത്തിൽ ജീവിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് നോക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അതിൽ നിന്നൊക്കെ നമ്മൾ മുന്നോട്ട് പോയി അല്ലെങ്കിൽ പിന്നോട്ട് പോയി എന്ന് പറയാം. ആ രണ്ട് തരത്തിലും, മുന്നോട്ടായാലും പിന്നോട്ടായാലും, അത് ഒരു കുലത്തൊഴിലായിട്ട് അവനവന്റെ പാരമ്പര്യത്തിൽ അനുഷ്ഠിക്കാത്ത ഏതൊരു വ്യക്തിക്കും വേറെ ഏത് കുലത്തിലോ ജാതിയിലോ പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഏത് കാസ്റ്റിലോ ഏത് ക്രീഡിലോ
ഏത് സബ് കാസ്റ്റിലോ എവിടെ വേണമെങ്കിലും പെട്ടിട്ടുള്ള എല്ലാവരെയും വിവാഹം കഴിക്കുന്ന ഒരേപോലെ കാണാൻ സാധിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അതിന് അങ്ങനെയുള്ള കുറെ കേസുകൾ വരാറുണ്ട്. എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് എന്റെ മകൾ ഇന്നാളുമായിട്ടൊക്കെയാണ്. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങോട്ട് സമ്മതിക്കുക, അത്ര തന്നെ പറയും. ഇപ്പൊ ഞാൻ പറയാം, സാധാരണ പറയല് കുറച്ച് ജാതികൾ മാത്രമേ ഉള്ളൂ. അത് മെക്കാനിക്കൽ ജാതിയും സിവിൽ ജാതിയും ഇലക്ട്രിക്കൽ ജാതിയും ഇലക്ട്രോണിക്സ് ജാതിയും കമ്പ്യൂട്ടർ സയൻസ് ജാതിയും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് മെഡിക്കൽ ജാതിയും പിന്നെ കുറച്ച് അക്കൗണ്ട്സ് ജാതിയും. ഇതല്ലാതെ വേറെ ജാതികളൊന്നും ഇല്ല. കാരണം അതാണ് പ്രൊഫഷൻ. പ്രൊഫഷണൽ കോഴ്സുകൾ എങ്ങനെയാണോ മനുഷ്യന്മാരെ തരംതിരിച്ചത്, ആ പ്രൊഫഷണൽ കോഴ്സുകൾ തരംതിരിച്ചതുപോലെ ഇവരെയൊക്കെ തരംതിരിച്ചു. അതിൽ ഇലക്ട്രോണിക്സും മെക്കാനിക്കലൊക്കെ വിവാഹം കഴിച്ചാൽ നന്നായി, അവർ പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കും. അപ്പൊ അതാവട്ടെ ഇന്നത്തെ ജീവിതം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടാണ് ടിപ്പേച്ചി ഇത്രയും ആഴത്തില് എല്ലാ വശങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തത്. പ്രത്യേകിച്ച് ലോയർ ആയിട്ടുള്ള, സൈക്കോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള, അതിലുപരി ശാസ്ത്രജ്ഞനായിട്ടുള്ള, വേദപണ്ഡിതനായിട്ടുള്ള, എല്ലാം അറിയുന്ന ഒരു വ്യക്തി, ഒരു ജീനിയസ്, നമ്മുടെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെ തന്നെ ഹൈന്ദവ സമൂഹത്തിന് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി എല്ലാ വിഷയങ്ങളും അവതരിപ്പിക്കുന്ന പൈതൃകാചാര്യന് തുല്യമായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് ഇത്രയും നല്ലൊരു വിവരണം, പ്രത്യേകിച്ച് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. വളരെ പെട്ടെന്ന് ഒരു നിമിഷങ്ങൾ കൊണ്ടൊരു ജാതകം നോക്കിയിട്ട് അതിന്റെ എല്ലാ വശങ്ങളും പറയുന്ന വ്യക്തിയാണ് ഈ ഇത്രയും നല്ലൊരു അറിവ് ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത്. അത് ദയവായിട്ട് നമ്മുടെ ജ്യോതിഷികള് അത് കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഒരു വിഷയം, അദ്ദേഹം പറഞ്ഞ വിഷയം കൂടി എടുത്തിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിക്കാൻ പോകുന്നത് അവരവരുടെ തൊഴില് തന്നെയായിരിക്കും. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ ഒരു കുട്ടികളും ഇങ്ങനെ ഒരു ജാതകം നോക്കല് പേരൻസിനെ അനുവദിക്കില്ല. അതില്ലാതാകുന്നതിന് മുമ്പ് അതിനെ നല്ല രീതിയിൽ വീട്ടുകാർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് താല്പര്യമുള്ള വിവാഹത്തിനെ ജാതകത്തിന്റെയും ജ്യോതിഷത്തിന്റെയും അല്ലെങ്കിൽ പൊരുത്തത്തിന്റെയും പേരിൽ മുടക്കാതെ അവരുടെ താല്പര്യത്തിന് പറ്റുന്ന രീതിയിൽ മാത്രം അതിനെ കൈകാര്യം ചെയ്ത് ഒരു ഓറിയന്റേഷൻ പ്രബോധനം നൽകുക. ഇല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന് അത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ പൈതൃകാചാര്യൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ എപ്പോഴും ആവർത്തിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ആചാര്യനായിട്ടുള്ള ടിപ്പേച്ചിയും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഒരുപാട് ഒരുപാട് നന്ദി ടിപ്പേച്ചി, ഇത്രയും നല്ലൊരു വിവരണം നൽകിയിരുന്നു.